അപ്പോൾ സംഗതി ക്ലിയറാണ്. ഈ ചങ്ങാത്ത മുതലാളിത്തം എന്നാൽ എന്താണ്? ക്രോണി ക്യാപിറ്റൽ ഭരണം എന്നൊക്കെ പറയുന്നത് അത്ര ശരിയാണോ എന്നൊക്കെ സംശയിച്ചവർക്ക് ഇത് ക്ലിയർ അവസരമാണ്. ഹിൻഡൻബർഗ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട രണ്ടാമത്തെ റിപ്പോർട്ട് ഒന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. നോട്ട് നിരോധനം ആർക്കു വേണ്ടിയായിരുന്നു? കള്ളപ്പണം കെട്ടിക്കൊണ്ടുവരും എന്ന് വാഗ്ദാനം ചെയ്ത് അധികാരം പിടിച്ചവരുടെ ആവേശത്തിന് പിന്നിൽ എന്ത് സംഭവിച്ചു? ഇന്ത്യയിൽ നിന്നും ബാങ്കുകളെ പറ്റിച്ച് പുറത്തു കടന്നവർക്ക് സംരക്ഷണം ആരുടെ വകയായിരുന്നു? ഈ പണമൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നീ കാര്യങ്ങൾ കൂടി ഇതിനിടയിൽ ഓർത്തു വെക്കേണ്ടതുണ്ട്. NDA സർക്കാർ സെബി ചെയർപേഴ്സൺ പദവിയിൽ അവരോധിച്ച മാധവി ബുച്ചനും അവരുടെ ഭർത്താവ് ധാവൽ ബുച്ചനും അദാനി ഗ്രൂപ്പിന് ബിസിനസ് ബന്ധവും മേധാവിത്വവുമുള്ള വിദേശ കമ്പനികളിലായി ഓഹരിയുണ്ട് എന്നതാണ് ഹിൻഡൻബർഗിൻ്റെ പുതിയ വെളിപ്പെടുത്തലിലെ കാതൽ. രാജ്യത്തെ ഓഹരി വിപണിയുടെ പാവനത കാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും ഉന്നത സ്ഥാപനമാണ് സെബി എന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അദാനി ബന്ധങ്ങളിലെ രഹസ്യങ്ങൾ സംബന്ധിച്ച ഹിൻഡൻബർഗിൻ്റെ ആദ്യ റിപ്പോർട്ട് വലിയ ചർച്ചയായിരുന്നതാണ്. എങ്കിലും സെബി അദാനിക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തുകയോ നടപടി കൈക്കൊള്ളുകയോ ഉണ്ടായില്ല. പകരം റിപ്പോർട്ട് പുറത്തുവിട്ട ഹിൻഡൻബർഗിനെതിരെ നോട്ടീസ് അയക്കുകയാണ് ചെയ്തത്. അതിനെന്തായിരുന്നു കാരണമെന്ന് തെളിവുകൾ നിരത്തുകയാണ് ഹിൻഡൻബർഗ് രണ്ടാമത്തെ റിപ്പോർട്ടിലൂടെ ഇപ്പോൾ ചെയ്യുന്നത്. വടക്കൻ അറ്റ്ലാന്റിക്കിലെ ബർമുഡയിലുള്ള ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റീസിൽ ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയുടെ കമ്പനിയായ അദാനി ട്രാൻസ്മിഷൻ ഇന്ത്യ ലിമിറ്റഡ് നിക്ഷേപ പങ്കാളിത്തം ഉണ്ടാക്കുന്നിടത്താണ് അന്വേഷണത്തിലെ രണ്ടാം ഭാഗം കഥ തുടങ്ങുന്നത്. ബർമുഡയിലെ ഈ ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റീസിൽ നിക്ഷേപിച്ച പണം മൗറീഷ്യസിലുള്ള IPE+ എന്ന ഫണ്ടിലേക്ക് സ്വകാര്യമായി കൈമാറിക്കൊണ്ടുവന്നു. എന്നിട്ട് ഈ വെളുപ്പിച്ച പണം ഉപയോഗിച്ച് ഇന്ത്യയിലെ അദാനിയുടെ തന്നെ ഓഹരികൾ വിദേശത്തിരുന്ന് വാങ്ങിക്കൂട്ടി. അങ്ങനെ ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പിൻ്റെ ഷെയറുകൾക്ക് വലിയ ഡിമാൻഡും വില നിരക്കും ഉണ്ടാക്കിയെടുത്തു. 2014 മുതൽ അദാനിയുടെ വളർച്ചയിലെ കുതിപ്പും അതിനു പിന്നിലെ ബന്ധങ്ങളും രാജ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സംഭവങ്ങൾക്കിടയിലെ ചില ക്രോസ് ബന്ധങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. സ്വന്തം ഓഹരി വാങ്ങിക്കൂട്ടിയ IPE+ ഫണ്ടിൻ്റെ സ്ഥാപകൻ അനിൽ അഹൂജയാണ്. അദ്ദേഹം അദാനി എൻ്റർപ്രൈസസിൻ്റെയും അദാനി പവറിൻ്റെയും ഡയറക്ടർ ആയിരുന്ന വ്യക്തിയാണ്. ഇതേ IPE+ൽ സെബി മാതാവായ മാധവി ബുച്ചനും ഭർത്താവ് ധാവൽ ബുച്ചനും ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. 2015 മുതലുള്ള ഈ അക്കൗണ്ടിലെ പണത്തിൻ്റെ സ്രോതസ് ശമ്പള ഇനത്തിൽ ലഭിച്ചത് എന്നാണ് അവർ അവകാശപ്പെട്ടിരിക്കുന്നത്. 2017 മാധവി ബുച്ച് സെബിയിലെത്തുന്നത്. അനിൽ അഹൂജ ഭർത്താവിൻ്റെ ബാല്യകാല സുഹൃത്ത് ആയിരുന്നതിനാലാണ് ഈ നിക്ഷേപം നടത്തിയത് എന്നാണ് മാധവി ബുച്ച് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിൽ നേരിട്ട് നിക്ഷേപിച്ചതല്ലല്ലോ എന്നും ന്യായീകരിക്കുന്നു. നോക്കൂ, ചെറുതല്ല. ഏകദേശം $8.72 ലക്ഷം ഇവരുടെ നിക്ഷേപമെന്നുകൂടി ഓർക്കണം. മാത്രമല്ല, ഭർത്താവ് ഡയറക്ടറായ കൺസൾട്ടിംഗ് കമ്പനിയായ അഗോറ അഡ്വൈസറിയിൽ ഇപ്പോഴും അവർക്ക് ഓഹരിയുണ്ട്. ശമ്പള ഇനത്തിൽ സെബിയിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ 4.5 മടങ്ങ് വരുമാനമാണ് ഈ കമ്പനിയിൽ നിന്നും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പഴയ ഒരു കഥ കൂടി ഈ പശ്ചാത്തലത്തിൽ കൂട്ടി വായിച്ചാൽ ക്ലിയർ ആവും. ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ കള്ളപ്പണം അദാനി കമ്പനികളിലേക്ക് തന്നെ നിക്ഷേപമായി തിരിച്ചു വരുന്നതായി 2014 ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിൽ സർക്കാർ മൗനം പാലിച്ചു. സമ്മർദ്ദം ശക്തമായതോടെ 2020 മാത്രമാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഈ 2014 കാലഘട്ടത്തിൽ സെബിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഉപേന്ദ്രകുമാർ സിൻഹ ആയിരുന്നു. അദ്ദേഹം പിന്നീട് അദാനി ഏറ്റെടുത്ത പ്രശസ്ത മാധ്യമ സ്ഥാപനമായ NDTVയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ സെബിയുടെ വിശ്വാസ്യത തകർക്കാനും തന്നെയും ഭർത്താവിനെയും സ്വഭാവഹത്യ ചെയ്യാനുമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് ശ്രമിക്കുന്നത് എന്നാണ് മാധവി ബുച്ച് പ്രതികരിച്ചത്. ഈ വെളിപ്പെടുത്തലുകളെല്ലാം വെറും ഉണ്ടയില്ലാ വെടികൾ മാത്രമാണ് എന്നായിരുന്നു BJPയുടെ പ്രതികരണം. അത് അവരുടെ ആത്മവിശ്വാസമാവാം. കാരണം ചങ്ങാത്ത മുതലാളിത്ത ഭരണം എന്നത് അത്രയും ഭദ്രമായ ഒരു ആഗോള കൂട്ടുകെട്ടാണ്.